ചിന്താവിഷ്ടയായ ശ്യാമളയിൽ നമ്മുടെ ശ്രീനിവാസിന് വന്ന മാറ്റം ഉണ്ടല്ലോ, അതുപോലെ തന്നെയാണ് സായിക്ക് ഇപ്പൊ കാറിൽ നിന്ന് ബിഗ് ബോസ് വീട്ടിലെത്തിയപ്പോൾ ഉണ്ടായിട്ടുള്ളത്. കാറിലിരുന്ന് എല്ലാവരെയും പുച്ഛത്തോടെയും എല്ലാം കുറ്റം പറഞ്ഞ സായി ഇപ്പൊ അവിടെ പോയിരുന്നിട്ട് ഭയങ്കര മനുഷ്യ സ്നേഹവും വിനയവും ഒക്കെയാണ് പറയുന്നത്. ഇത് സായിയുടെ ഗെയിമാണോ അതേ സായി ഏറ്റവും വലിയ മണ്ടനാണോ? ബിഗ് ബോസ് ലൈവിൽ ഇപ്പൊ സായിയുടെ തള്ളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ തുടങ്ങിയ തള്ളി ഇതുവരെ തീർന്നിട്ടില്ല. ഇന്നിപ്പോ രാവിലെ തന്നെ ജിൻഡോയോടാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തള്ളിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഡയമണ്ട് എടുത്തല്ലോ, ആ കാര്യമാണ് പറയുന്നത്. എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മഴ പെയ്തല്ലോ ആ സമയത്താണ് ഒരു അടിപൊളി സാധനം ഉദിച്ചതെന്നൊക്കെയാണ് പറയണത്. അപ്പൊ അത് വെച്ചിട്ടാണ് ഡയമണ്ട് എടുത്തതെന്നൊക്കെയുള്ള രീതിയിലാണ് തള്ളിക്കൊണ്ടിരിക്കുന്നത്. ബാബു ഉറങ്ങാതിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പുള്ളി മാത്രമായിരുന്നു ഉറങ്ങാതിരുന്നിട്ടുണ്ടായിരുന്നത്. 5 പേരായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ വേറെ ആരും വന്നില്ല എന്നും പുള്ളി ഉറങ്ങാതിരിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് കിട്ടിയെന്നൊക്കെയുള്ള രീതിയിലാണ് തള്ളിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ പിന്നെ തള്ളുന്നുണ്ടായിരുന്നു, ഞാൻ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്തിട്ടാണ് എനിക്ക് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് തള്ളുന്നുണ്ടായിരുന്നു. എന്തായാലും ലാലേട്ടൻ വരുമ്പോൾ ശരിക്കും ഈ വീഡിയോ കാണിച്ചു കൊടുക്കണം. എനിക്ക് തോന്നണത് ഇത് കാണിച്ചു കൊടുക്കുന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആണെങ്കിൽ മറ്റുള്ള ഈ കല്ല് എങ്ങനെയാണ് എടുത്തതെന്നൊക്കെ ഉള്ളത് കാണിച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ ഈ കല്ല് എടുത്തുകൊണ്ട് പോണ വീഡിയോ ഇവർക്ക് കാണിച്ചു കൊടുക്കുമായിരിക്കും ചെയ്യണത്. അങ്ങനെയാണെങ്കിൽ അർജുനോട് വന്ന് ചോദിക്കുന്നതും ആയിട്ട് കാണിച്ചു കൊടുക്കുകയൊക്കെ ആണെങ്കിൽ അടിപൊളി തന്നെയാവും. പുള്ളിയുടെ ഈ തള്ളൊക്കെ എന്തായാലും കുളമാവാൻ സാധ്യതയുണ്ട്. അർജുന് സായിനെ മനസ്സിലാക്കാനും പറ്റും. കാണിച്ചു കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സായിക്ക് കിട്ടിയതിനേക്കാളും കൂടുതൽ സായിയുടെ ഈ മണ്ടത്തരം ഓർത്തിട്ടാണ്. ശ്രീരേഖയ്ക്ക് കൊടുക്കാന്നുള്ള ആ ഒരു മണ്ടത്തരം ഉണ്ടല്ലോ, അതാണ് എല്ലാവരും പറയും. ഒത്തിരുന്നിട്ട് വീക്ക് പ്ലെയേഴ്സിനൊക്കെ കുറ്റം പറഞ്ഞ ആളാണ് സായി. എന്നിട്ട് അകത്ത് പോയിട്ട് ഇപ്പൊ വീക്ക് പ്ലെയറിനെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. എന്ത് പറയാനാണ്? നന്മ നിറഞ്ഞവൻ സായി കൃഷ്ണൻ എന്ന നാടകമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാറിലെ സീക്രട്ട് ഏജന്റോ അതെയോ വീട്ടിലെ സായി കൃഷ്ണനോ യഥാർത്ഥത്, അതെയോ ഇത് രണ്ടുമല്ലേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പവർ റൂമിലായ പിന്നെ സായി എടുത്തതെല്ലാം മണ്ടൻ തീരുമാനങ്ങൾ തന്നെയായിരുന്നു. മണ്ടൻ എന്ന ടാഗ് ജിൻഡോയിൽ നിന്നപ്പോ സായി തട്ടിയെടുക്കുമോ?